ബാക്കി 3 പേര് നില ഗുരുതരമാണ്. മൊത്തം 11 പേരാണ്. 11 പേരിൽ 3 പേര് ഗുരുതരമാണ്. 3 പേര് നില ഇപ്പോഴും ഗുരുതരമാണ്. പിന്നെ അപകടം സംഭവിച്ചു. ഈ അപകടവുമായി ബന്ധപ്പെട്ട് വിവരം കിട്ടിയ ഉടനെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു അന്വേഷണം നടത്തി അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ഡ്രൈവർ അല്ല വണ്ടി ഓടിച്ചിരുന്ന ക്ലീനറായിരുന്നു. 2 പേരും ഇപ്പോഴും മദ്യത്തിന് അടിമപ്പെട്ട് നിൽക്കുകയാണ്. അവരിപ്പോഴും ക്ലിയർ ആയിട്ടില്ല. അവരിപ്പോഴും മദ്യപിച്ച നിലയിൽ തന്നെയാണ്. 2 പേരും വാഹനം ഓടി തുടങ്ങിയ സമയം മുതൽ മദ്യപിക്കുകയായിരുന്നു. ഈ ഡ്രൈവർ മാറി കിടന്നിട്ട് ക്ലീനർ വണ്ടി ഓടിച്ചു. ക്ലീനർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. ഡ്രൈവർക്ക് ഒരു 50 വയസ്സും അലക്സ് എന്നാണ് പേര്. ക്ലീനറിന് 33 വയസ്സുള്ള ഒരാളാണ് അലക്സ്. ഡ്രൈവർ ജോസാണ്. ഇവർ 2 പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. രജിസ്ട്രേഷൻ ഈ ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കുന്നുണ്ട്. അതും സസ്പെൻഡ് ചെയ്യും നമ്മൾ. അതുകൂടാതെ രജിസ്ട്രേഷൻ റദ്ദാക്കും. വണ്ടിയുടെ രജിസ്ട്രേഷൻ കണ്ണൂരുള്ള ഒരാളുടെ പേരിലാണ്. ആ ഉടമസ്ഥൻ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. ഈ മദ്യപിച്ചിരിക്കുന്ന 2 പേർക്കും പോലീസ് കസ്റ്റഡിയിലേക്ക് നോട്ടീസ് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. എന്നാൽ അവരുടെ ലൈസൻസ് റദ്ദാക്കും. ആദ്യഘട്ടമായിട്ട് അവരുടെ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യും. അതിനുള്ള നടപടി ഇന്ന് തന്നെ എടുക്കും. തുടർന്ന് രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഒരു കരുതിക്കൂട്ടിയുള്ള തെറ്റെന്ന് തന്നെ പറയാൻ പറ്റും. നരഹത്യയാണ്. കാരണം ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന സ്ഥലത്ത് ബാരിക്കേഡ് തകർത്തുകൊണ്ടാണ് ഈ മദ്യപിച്ച വ്യക്തി വണ്ടി ഓടിച്ച് അതിലേക്ക് കയറുന്നത്. അവിടെ കിടന്നുറങ്ങുന്നവരുടെ പുറത്തൂടെ, ഉറങ്ങിക്കിടന്നവരുടെ പുറത്തൂടെ 2 പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അവരുടെ പുറത്തൂടെയാണ് വണ്ടി കയറി ഇറങ്ങിപ്പോയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു പരിശോധന ട്രാൻസ്പോർട്ട് കമ്മീഷണർ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. തൃശ്ശൂർ, പാലക്കാട് ആ ഭാഗങ്ങളിലുള്ള ലൈൻ ട്രാഫിക് ലംഘനത്തെയും അതുപോലെ ഇത്തരത്തിൽ മദ്യപിച്ചുള്ള യാത്രകളെയും രാത്രി കാലങ്ങളിൽ പരിശോധിക്കാൻ ഒരു തീരുമാനം ട്രാൻസ്പോർട്ട് കമ്മീഷൻ എടുത്തിരുന്നു. അത് ഈ അടുത്ത ആഴ്ചയോടെ അത് ഒരു വലിയ ഡ്രൈവായി വരും. നൈറ്റ് രാത്രിയിലൊരു പരിശോധന വളരെ ഈ ട്രക്കുകൾ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ട്രക്കുകളും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ട്രക്കുകളെല്ലാം മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതായിട്ടും അതുപോലെ ലൈൻ ട്രാഫിക് ലംഘിച്ച് അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്ന കാണുന്നുണ്ട്. നൈറ്റ് ഒരു എൻഫോഴ്സ്മെൻറ്റ് പരിപാടി ആലോചിക്കുന്നുണ്ട്. അത് തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ഈ ആഴ്ചയിൽ തുടങ്ങും. അടുത്ത ആഴ്ചയിൽ എന്തായാലും തുടങ്ങും. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഇത് ദൗർഭാഗ്യകരമായൊരു സംഭവമാണ്. ഇത് ഡീവിയേഷൻ മറികടന്ന് കയറി അവരെ പുറത്തൂടെ കയറിയതിന് ശേഷം വണ്ടി പിന്നെ 600 മീറ്റർ അകലെ വെച്ച് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉത്സവം ഉള്ളതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരാണ് ഈ വണ്ടി തടഞ്ഞു നിർത്തിയത്. അല്ലെങ്കിൽ വണ്ടി ഒരുപക്ഷെ നിർത്താതെ വിട്ടുപോകുന്നു. അതായിരുന്നു ഈ 100 മീറ്റർ അപ്പുറത്ത് വെച്ച് വണ്ടി തടയുകയും അവരാണ് കണ്ടത് ഈ ക്ലീനറാണ് വണ്ടി ഓടിച്ചതെന്ന്, ഡ്രൈവറല്ല, ക്ലീനറാണ് വണ്ടി ഓടിച്ചതെന്നുള്ള അവർ ദൃക്സാക്ഷികളുണ്ടായിരുന്നു. വണ്ടി തടഞ്ഞു നിർത്തിയവരെയാണ് അത് കണ്ടുപിടിച്ചത്. ഇയാളുടെ ഉദ്ദേശം വിട്ടുപോകുക എന്നുള്ളതായിരുന്നു തോന്നുന്നു. ഏതായാലും നാട്ടുകാരത് പിടിച്ചു നിർത്തി. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കർശനമായ നിലപാടെടുക്കും. ഇപ്പോൾ തന്നെ RC ബുക്ക് സസ്പെൻഡ് ചെയ്യുന്നുണ്ട്, രജിസ്ട്രേഷൻ, അതുപോലെ ലൈസൻസ് പോവും, പിന്നെ പെർമിറ്റും പോവും. RC ബുക്ക് നമ്മൾ ലൈസൻസ് രജിസ്ട്രേഷൻ പരിപൂർണമായിട്ട് റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ അശ്രദ്ധമായൊരു നടപടിയാണിത്. വളരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ റോഡിൻ്റെ ഭാഗങ്ങളിൽ കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നെ പോലീസിനൊരു കത്ത് നൽകുന്നുണ്ട്. ഇത്തരത്തിൽ റോഡ് സൈഡിൽ എവിടെയെങ്കിലും ആളുകൾ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ മാറണം. 2 ദിവസം മുമ്പ് എനിക്കറിയാം, അറിയാൻ കഴിഞ്ഞത് പ്രാഥമിക അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞ പോലീസ് സ്ഥലത്തെ SI 2 ദിവസം കൂടെ ഇവിടെ നിന്ന് മാറണം, അവിടെ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് പക്ഷേ വണ്ടി ചെന്ന് കയറിയത് അശ്രദ്ധമായിട്ടാണ്. ഡിവൈഡർ തകർത്താണ് പോയിരിക്കുന്നത്. ബ്ലോക്ക് ചെയ്തിരുന്ന സ്ഥലത്താണ് അവർ കിടന്നത്. പക്ഷേ റോഡിൽ കിടക്കാൻ പാടില്ല. നമുക്കറിയാം, ഇപ്പോൾ ഈ നാട്ടിൽ കുറുവാ സംഘമൊക്കെ വന്നിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ആളുകൾ വന്ന് ഓരോ സ്ഥലത്ത് തമ്പടിക്കുന്നതിനെതിരെ പോലീസ് ആക്ഷൻ എടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ പോലും പോലീസ് ഒരു ആക്ഷൻ എന്നുള്ള നിലയിൽ 2 ദിവസം മുമ്പേ പോലീസ് ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കിട്ടിയ പോലീസിൽ നിന്നുള്ള റിപ്പോർട്ട്. പക്ഷെ അവർ മാറിയില്ല. അത് ദൗർഭാഗ്യകരമാണ്. എന്നാൽ പോലും ഇത് അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെയാണ്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഡ്രൈവറുടെ പേരിൽ നടപടിയെടുക്കും. പിന്നെ ഓടിച്ചിരുന്ന ആളുടെ പേരിൽ ലൈസൻസ് ഇല്ലാത്ത ആളാണെങ്കിലും ഏറ്റവും വലിയ ചാർജിട്ട് കേസെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വണ്ടിയും ഇത്രയും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, കാരണം നിയമപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും.